അസ്സലാമലൈക്കും. ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽക്കൂളത്തിലെ താമരയോ, റസൂലുള്ള വൈദൂര്യക്കുന്നിലെ മഞ്ചരിയോ, ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ. ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽക്കൂളത്തിലെ താമരയോ, റസൂലുള്ള വൈദൂര്യക്കുന്നിലെ മഞ്ചരിയോ, ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ. മരുഭൂമൻ മരുവച്ച വിരിയിച്ച പൂവേ, മണിമക്കത്തുദയത്താൽ അതിശയജീവേ. മരുഭൂമി മരുവച്ച വിരിയിച്ച പൂവേ, മണിമക്കത്തുദയത്താൽ അതിശയജീവേ. ആശിച്ചോരാശാപ്പൂക്കളോ, റസൂലുള്ള ആരും കൊതിക്കും തന്നലോ, ഓ ആരും കൊതിക്കും തന്നലോ. ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽക്കൂളത്തിലെ താമരയോ, റസൂലുള്ള വൈദൂര്യക്കുന്നിലെ മഞ്ചരിയോ, ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ. ബദറിനെ പുലർത്തിയ ബദറുജനബിയെ, ബദറിൽ മുഹദിലും തിളങ്ങിയ മതിയെ. ആശിക്കിന്നാശാപ്പൂക്കളോ, റസൂലുള്ള ആനന്ദമേറും തെന്നലോ, ആനന്ദമേറും തെന്നലോ. ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽക്കൂളത്തിലെ താമരയോ, റസൂലുള്ള വൈദൂര്യക്കുന്നിലെ മഞ്ചരിയോ, ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അസീം. സ്നേഹാദരവുകൾ നിറഞ്ഞ ഗുരുനാഥന്മാരെ, വാത്സല്യനിധികളായ മാതാപിതാക്കളെ, ജ്യേഷ്ഠാനിയന്മാരെ, മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വവിമോചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1495 ജന്മദിനത്തോടനുബന്ധിച്ച് ഇരിങ്ങല്ലൂർ ഫാറൂഖ് ജുമാ മസ്ജിദ് ദാറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി സംയുക്തമായി സംഘടിപ്പിച്ച ഈ ഓൺലൈൻ പ്രോഗ്രാമിൽ സംബന്ധിച്ച് ഭൂമുത്തിനോട് ഒരിറ്റ സ്നേഹം പ്രകടിപ്പിക്കാൻ ഭാഗ്യം തന്ന ജഗനിയന്താവായ അല്ലാഹുവിനെ ഞാൻ അനേകായിരം സ്തുതി കീർത്തനങ്ങൾ ചൊരിയട്ടെ. എന്തു പ്രതിസന്ധികൾ ഉണ്ടായാലും, ഏതു വിലക്കുകൾ ഉണ്ടായാലും, മുസ്ലിം ഉമ്മത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വസന്തമാസമാണ് നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പുണ്യഭൂമേനിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഉ വിശ്വാസികൾക്ക് മാത്രമല്ല മുഴുവൻ മാനവരാശിക്കും വസന്തകാലമാണ്. അജ്ഞതയുടെ കരിമ്പടം മൂടി അന്ധവിശ്വാസങ്ങളുടെ മലിനനിലങ്ങളിൽ വെറുപ്പിന്റെയും പരസ്പര വിദ്വേഷത്തിന്റെയും പേരാളികളായി ജീവിച്ച അറബികളെ വിശ്വോത്തര ജീവിത മാതൃകകളാക്കി പുനരവതരിപ്പിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലൂടെ ലോകത്തിനു മുന്നിൽ പല സഹസ്രങ്ങൾ വിശ്വമാസകലം നന്മയുടെ സുഗന്ധ സൂര്യങ്ങൾ വിരിയുന്ന പൂവാടിയാകാൻ പ്രാപ്തിയുള്ളവരായിരുന്നു. മാനവന് ജീവിതത്തിന്റെ അർത്ഥവും മാധുര്യവും അറിയിച്ചു കൊടുക്കുവാനും അവന്റെ ഇഹപര വിജയത്തിന് വഴി കാണിക്കുവാനും അല്ലാഹു നിയോഗിച്ച ദൂതന്മാരിൽ അന്ത്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുപമ വ്യക്തിത്വത്തിനുടമയായിരുന്നു. അതിരുകളില്ലാത്ത കാരുണ്യത്തിന് ഉറവിടമായിരുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സകല ജീവജാലങ്ങളോടും കരുണാമയനായിരുന്നു. ഏതൊരു ഹൃദയത്തെയും കരുണയിലൂടെ കീഴടക്കാം
അവിടുന്ന് ലോകത്തിന് പഠിപ്പിച്ചു. സമൂഹത്തിലെ ദുർബലരോട് കൂടുതൽ കരുണ കാണിക്കുകയും അതിനായി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഒരിക്കൽ നബിയും സഹാബത്തും സുബ്ഹ് നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ പതിവ് പോലെ ദീർഘമായ സൂറത്ത് ഓതി. എന്നാൽ രണ്ടാമത്തെ റക്അത്തിൽ പതിവിന് വിപരീതമായി ചെറിയ സൂറത്ത് ഓതി. നിസ്കാരാനന്തരം അത്ഭുതത്തോടെ പുണ്യ സഹാബത്ത് കാരണം അന്വേഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സഹാബ, രണ്ടാമത്തെ റക്അത്തിൽ ഞാൻ ചെറിയ സൂറത്ത് ഓതാൻ കാരണം ഒരു ചെറിയ കുട്ടിയുടെ കരച്ചിൽ കേൾക്കാനിടയായത് കൊണ്ടാണ്. അപ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ കരച്ചിൽ നിസ്കാരം ചുരുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമായി. നോക്കൂ, കുട്ടികളോട് നമ്മുടെ നേതാവിനുള്ള കാരുണ്യം എത്രമാത്രമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരുണ്യം കിട്ടാക്കനിയായ ഈ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക വളരെ പ്രസക്തിയുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മളെ നയിക്കുന്ന നേതാക്കളുടെ അവസ്ഥയോ വളരെ വൈരുദ്ധ്യമാണ്. ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്ത് അകാരണമായി കൊല ചെയ്യപ്പെടുന്നതും പതിനായിരക്കണക്കിന് ഉമ്മപെങ്ങന്മാർ പീഡനത്തിനും മാനഭംഗത്തിനും ഇരയായിക്കൊണ്ടിരിക്കുന്നതും ലക്ഷക്കണക്കിന് ആളുകൾ പ്രലോഭനങ്ങൾക്കും ചൂഷണത്തിനും മറ്റു അധാർമിക പ്രവണതകൾക്കും ബലിയാടുകളാകുന്നതും ഒരിറ്റു കാരുണ്യം അവരെ തീണ്ടുക പോലും ചെയ്യാത്തത് കൊണ്ടാണ്. ദിവസേന നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ വിശിഷ്യ ഉത്തർപ്രദേശിൽ നടക്കുന്ന കൊലപാതകങ്ങളും സ്ത്രീ പീഡനങ്ങളും സോഷ്യൽ മീഡിയകൾ നമ്മോട് വൈറലായി പറഞ്ഞു തരുന്നു. ഈയിടെ യുപിയിലെ അത്രാസിൽ ദലിത് സഹോദരി മാനഭംഗത്തിനിരയായതും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതും ഒരിറ്റു കാരുണ്യം അവരെ തീണ്ടുക പോലും ചെയ്യാത്തത് കൊണ്ടാണ്. ഇതിന്ന് ഗോളിലക്കം സൃഷ്ടിച്ചതല്ലേ? ഇതൊന്നും നമ്മളെ പോലത്തെ വിദ്യാർത്ഥികൾ പറയേണ്ട കാര്യമല്ല. പക്ഷേ നമ്മൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ്, ഭാവിയിലെ ചരിത്ര വിദ്യാർത്ഥികളാണ്, ഇന്ത്യയുടെ ചരിത്രം ശേഷമുള്ളവർക്ക് കൈമാറേണ്ടവരാണ്. ജനിച്ച മണ്ണിൽ നിന്നും തിരുത്തിയോടിക്കാൻ ഒരുങ്ങിയപ്പോൾ ഇന്ത്യ is my country, all Indians are my brothers and sisters. ഇന്ത്യ ഞങ്ങളുടെ രാജ്യമാണ്. ഇന്ത്യയിലുള്ള മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ജൈനനും അതർ റിലീജിയൻസും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറഞ്ഞ് ദേശസ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ അവരെ കൊന്നുകളയുക എന്നാണ് ബന്ധപ്പെട്ടവർ ഉത്തരവിട്ടത്. ഇവർക്ക് എന്ത് കാരണമാണ്? ഇവരാണോ നമ്മളെ നയിക്കേണ്ടവർ? ഇവിടെയാണ് നമ്മുടെ നേതാവ് പറഞ്ഞതിന്റെ പ്രസക്തി വ്യക്തമാക്കുന്നത്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, അപ്പോൾ ആകാശത്തുള്ളവർ നിങ്ങളോടും കരുണ കാണിക്കും. ഭൂമിയിലുള്ളവരോട് ഭരണാധികാരികളുടെയും മറ്റും കാരുണ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആകാശത്ത് നിന്നുള്ള കാരുണ്യം നിലച്ചിരിക്കുന്നു. ഇതിന്റെ ഏറ്റവും ബെറ്ററായ ഒരു എക്സാമ്പിൾ ആണ് നാട്ടിലെ ഭീതിയിലാക്കിക്കൊണ്ടിരിക്കുന്ന COVID-19. പല രാഷ്ട്രങ്ങളും അതിനെ പ്രതിരോധിക്കാനുള്ള വാക്സിനുകൾ കണ്ടുപിടിക്കാൻ നെട്ടോട്ടമോടുകയാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ഇത് അല്ലാഹു നൽകിയ പരീക്ഷണമാണ്. ഇത് ഉള്ളവരെയും ഇല്ലാത്തവരെയും ഭരണാധികാരികളെയും പ്രജകളെയും ഒന്നടങ്കം കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലോകത്തെ കാരുണ്യത്തിന്റെ അഭാവം കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പ്രവാചകന്റെ ചര്യയാണ് ഇവിടെ നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ആ ചര്യയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാലങ്ങൾ നീങ്ങുന്നായുസ് കുറയുകയാണെന്നോർത്ത് കാൽച്ചുവടുകളോരോന്നും ചേർക്കുന്നു കവറിലേക്ക്. കാലങ്ങൾ നീങ്ങുന്നായുസ് കുറയുകയാണെന്നോർത്ത് കാൽച്ചുവടുകളോരോന്നും ചേർക്കുന്നു കവറിലേക്ക്. കാറ്റിലുലഞ്ഞിടുമാ ചെറുവഞ്ചിയതാ നിൻ ജീവിതം കാമിലന
നബിയുടെ ചെറിയ നിന്നൊഴിവായി കാറ്റിലുലഞ്ഞിടുമാ ചെറുവഞ്ചിയതാ നിൻ ജീവിതം കാമില നബിയുടെ ചെറിയ നിന്നൊഴിവായി കാലങ്ങൾ നീങ്ങും നിന്നായുസ് കുറയുകയാണെന്നോർത്ത് കാൽ ചുവടുകളോരോന്നും ചേർന്നു നിൻ കബറതിലേക്ക് ജീവിതമാകെ ഹറാമിൽ ലയിച്ചു മരിച്ചു മുന്നേറിടുന്നു ഈ വിധം നാളെ റഹീമിൻ്റെ ചാരത്ത് നിന്നിനെ ചെന്നണയും ജീവിതമാകെ ഹറാമിൽ ലയിച്ചു മരിച്ചു മുന്നേറിടുന്നു ഈ വിധം നാളെ ഹറാമിൽ ലയിച്ചു മരിച്ചു മുന്നേറിടുന്നു കൽബ് തുറന്ന മേഘടടൈ തകരമതുയർത്തിടൂ ആദിക്കവന്തൻ മുമ്പിലയിലെതുമോ പൊയിച്ചിടൂ കൽബ് തുറന്ന മേഘടടൈ തകരമതുയർത്തിടൂ ആദിക്കവന്തൻ മുമ്പിലയിലെതുമോ പൊയിച്ചിടൂ ഏറ്റു പറഞ്ഞത് കൽബത് ദൂരായി ഭാവിയെ ബസുരമാക്കിയിടൂ എന്തിന് തസ്ബീഹ് ചെയ്തിടും പ്രവണത മാറ്റിയെടുത്തിടൂ ആരിത തന്നെ രുജോയിലൊരുങ്ങിടൂ കാലങ്ങൾ നീങ്ങുന്നി നായുസ് കുറയുകയാണെന്നോർത്ത് കാൽച്ചുവടുകൾ ഓരോന്നും ചേർക്കുന്നു നിൻ കബറതിലേക്ക് ആരാരും കാണാതെ ചെയ്തു ഞാൻ എത്രയും പാപങ്ങൾ ഈ ഉലകിൽ ആർക്കും മറയിടാൻ കഴിയാത്ത നിൻ മുഖമാകെ മറഞ്ഞിറങ്ങിൽ ആരാരും കാണാതെ ചെയ്തു ഞാൻ എത്രയും പാപങ്ങൾ ഈ ഉലകിൽ ആർക്കും മറയിടാൻ കഴിയാത്ത നിൻ മുഖമാകെ മറഞ്ഞിറങ്ങിൽ ഇല്ല റഹീമേ നീയല്ലാതെ ഉലകിതു തരുമവൻ ജല്ല ജലാലെ നിൻ തിരുമുമ്പിൽ അബുദി വനിത സദയം ഇല്ല റഹീമേ നീയല്ലാതെ ഉലകിതു തരുമവൻ ജല്ല ജലാലെ നിൻ തിരുമുമ്പിൽ അബുദി വനിത സദയം മാപ്പരുളിവനിൽ കാട്ടിടു സുഹൃദിൻ മാർഗമിലൂട്ടി വളർത്തിയിടൂ മാനസമടിയിൽ നിന്നുതി ചെയ്തിടും ഏതുവനീ കബുലാക്കിയിടൂ നാളെ സുവർഗം തന്നിൽ ചേർത്തിയിടൂ കാലങ്ങൾ നീങ്ങുന്നി നായുസ് കുറയുകയാണെന്നോർക്കി കാച്ചുവടുകൾ ഓരോന്നും ചേർക്കുന്നു നീ കബറതിലേക്ക് കാറ്റിലുലഞ്ഞിടുമാ ചെറുവഞ്ചിയതാ നിൻ ജീവിതം കാമില നബിയുടെ ചെറിയ നിന്നൊഴിവായി കാറ്റിലുലഞ്ഞിടുമാ ചെറുവഞ്ചിയതാ നിൻ ജീവിതം കാമില നബിയുടെ ചെറിയ നിന്നൊഴിവായി കാലങ്ങൾ നീങ്ങും നിന്നായുസ് കുറയുന്നോർക്ക് കാൽച്ചുവടുകൾ ഓരോന്നും ചേർക്കുന്നു നിൻ കബറതിലേക്ക്. അസ്സലാമു അലൈക്കും. പുണ്യമദീനത്തുറങ്ങുന്ന ത്വഹാവേ പൂർണ്ണ നീലാവിൻ്റെ ചേലുള്ള നേതാവേ ആകെ പ്രപഞ്ചം പടക്കാൻ സബബോരെ റഹ്മത്തുൽ ആലമീനായുള്ള നബിയോരേ പുണ്യമദീനത്തുറങ്ങുന്ന ത്വഹാവേ പൂർണ്ണ നീലാവിൻ്റെ ചേലുള്ള
പടക്കാൻ സബാബോരെ റഹ്മത്തുൽ ആലമീനായുള്ള നബിയോരെ മൗത്തിൻ്റെ നേരത്തും ഉമ്മത്തെ ഓർത്തില്ലേ നാളെ ശഫാഅത്തിൻ ഉടയ നബിയല്ലേ ഹൗലുൽ കൗസറിൻ്റെ ജലമേകും കരമല്ലേ എങ്ങും റഹ്മത്ത് തിങ്ങും കാനിയല്ലേ മുത്ത് നബിയോരിൽ എന്നും സലാത്തോതാം ഏറെ കൊതിയോടെ നബിയിൽ സലാമോദാം ഇമ്പ നബി മേലിൽ നിത്യം മാതൃോദാം ഇറയോടെ വീതിയിൽ ചേലോടെ മുന്നേറാം പുണ്യ മദീനത്തുറങ്ങുന്ന ത്വഹാവേ പൂർണ്ണ നീലാവിൻ്റെ ചേലുള്ള നേതാവേ ആകെ പ്രപഞ്ചം പടക്കാൻ സബാബോരെ റഹ്മത്തുൽ ആലമീനായുള്ള നബിയോരെ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലൈറ്റ് ഓഫ് മദീനയിലേക്ക് സ്വാഗതം. വിശ്വമോചകനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1495-ാം ജന്മദിനത്തിന്റെ ഭാഗമായി ഇരിങ്ങല്ലൂർ ഫാറൂഖ് ജുമാ മസ്ജിദ് അൽ ഇസ്ലാം മാനേജ്മെന്റ് സംയുക്തമായി സംഘടിപ്പിച്ച ഓൺലൈൻ പ്രോഗ്രാമുകളാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ വലിയ സന്തോഷത്തിലാണ്. കോവിഡും ലോക്ക്ഡൌണും മറ്റു പ്രതിസന്ധികളും തരണം ചെയ്ത് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് മുത്തുനബിയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞതിൽ നമ്മൾ സർവോപരി സന്തുഷ്ടരാണ്. അൽഹംദുലില്ലാഹ്. എന്നാൽ നമ്മളിൽ ചില ആളുകൾ തീരാ ദുഃഖത്തിലാണ്. അതായത് സുന്നത്തും നബിദിനാഘോഷ പരിപാടികളും ശിർക്കും വിദ്യോത്തുമാണെന്ന് പറയുന്നവർ സുന്നികളുടെ ഓൺലൈൻ പ്രോഗ്രാമുകളിൽ ലഭ്യരായിരിക്കുന്നു. ഇനി നമുക്ക് അവരുടെ കാര്യത്തിൽ സഹകരിക്കാം. അസ്സലാമലൈക്കും. ന്യൂ ജനറേഷൻ കുട്ടികളിന്ന് നീന്തി കളിച്ചിടും വാട്സപ്പിൽ നിറയും മനസ്സ് ഫേസ്ബുക്കും നീരാടുന്നു കൗമുദികൾ പല പല സൈറ്റുകൾ പരടുന്നു പരിസരമൊക്കെ മറക്കുന്നു പരനെ മറന്നു നീങ്ങുന്നു. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദര കനിമരം ത്വഹ റസൂലേ ആസ്വരം തരും വരം ഖൈറം സബീലേ ആലമിൽ അനുഗ്രഹം നൂറേ കമാലേ അലമുൽ ഹുദാനിധി ലെങ്കും ജമാലേ ആലമിൽ അനുഗ്രഹം നൂറേ കമാലേ അലമുൽ ഹുദാനിധി ലെങ്കും ജമാലേ ആദര കനിമരം ത്വഹ റസൂലേ ആസ്വരം തരും വരം ഖൈറം സബീലേ ആലമിൽ അനുഗ്രഹം നൂറേ കമാലേ അലമുൽ ഹുദാനിധി ലെങ്കും ജമാലേ. നബി 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 ഉലകിൽ സലാം സലാം നിലാവേ നബി നബി ഉദവി കലാം കലാം പ്രഭാവേ പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവേ പ്രശോഭനം നിദാനം പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവേ പ്രശോഭനം നിദാനം ആദര കനിമരം ത്വഹ റസൂലേ ആസ്വരം തരും വരം
Bismillahirrahmanirrahim. Alhamdulillah, assalatu wassalamu ala ashrafil mursalin wa ala alihi വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹൃദയരെ, ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഒരു കൊച്ചു കഥാപ്രസംഗം പറയാൻ ആഗ്രഹിക്കുന്നു. കൽബുള്ളവരെ കരയിപ്പിക്കുന്ന വേദനയിൽ ചാലിച്ചെടുത്തൊരു കഥന കഥ. ഞാൻ പറയുന്ന കഥയുടെ പേരാണ് ഗർജിക്കുന്ന സിംഹത്തിന്റെ അന്ത്യം. അതേ, ഗർജിക്കുന്ന സിംഹത്തിന്റെ അന്ത്യം. കാരുണ്യനാഥ, സ്തുതികൾ ഞങ്ങൾ നേരിടുന്നു. കാരുണ്യനാഥ, കൃപാമഴയെന്നും വർഷിപ്പിക്കും. ഉമറിൻ ചരിതം ഞാൻ തുടങ്ങുന്നു. ഈ സോദരി കഥന കഥായിക ഞങ്ങൾ തുടങ്ങുന്നു. പരിശുദ്ധവും പരിപാവനമായ കഅബ ശരീഫ്, അവിടെ വിശുദ്ധ ഹജ്ജ് കർമ്മം നടക്കുകയാണ്. തക്ബീറിന്റെയും തഹ്ലീലിന്റെയും മന്ത്രോച്ചാരണങ്ങളുമായി ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ധീരോസ്മരണകൾ കൊടിവിട്ട് വന്നിരിക്കുന്ന 10,000. അതിൽ ഒരാളായി അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. ആരാണെന്നല്ലേ? ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത രണ്ടാമത്തെ ആയുധകാരൻ, ശത്രുവിന്റെ തലയെ അന്തരീക്ഷത്തിൽ കരിയില പോലെ പറത്തിയ വീരനും ധീരനും വില്ലാളി വീരനുമായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹജ്ജ് കർമ്മത്തിനിടയിൽ അദ്ദേഹം അല്ലാഹുവിനെ കരമുയർത്തി പ്രാർത്ഥിക്കുകയാണ്. റബ്ബേ, എനിക്ക് പ്രായമേറെയാണ്, ആരോഗ്യം ക്ഷയിച്ചു. സ്വഭാവത്താണെങ്കിൽ വിശുദ്ധ ദീനമായ ലോകത്തിന്റെ എല്ലായിടത്തും എത്തി. ഇനി കൂടുതൽ പോരായ്മകളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നതിന് മുമ്പ് എന്നെ നീ തിരികെ വിളിക്കണമേ റബ്ബേ. റബ്ബേ, എനിക്ക് ഇനി ഷഹീദിന്റെ കൂലി തരണമേ റബ്ബേ. കണ്ണീരിൽ കുതിർന്ന ആ പ്രാർത്ഥന പഠിച്ചു കേട്ടു. അതിന്റെ ഭാഗമായി ഖലീഫ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണർന്ന പുലർച്ചയിൽ മനമേ കണ്ടു വന്നൊരു നേരിൽ ദീക്കിൻ കൊത്തൽ ഉമറിലേറ്റു. ഉമർ ചൊല്ലി സ്വഹാബത്തോരിൽ മരണവാർത്ത മൊഴിഞ്ഞേഴുന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞു. ജനങ്ങൾ മസ്ജിദിന്റെ പടിയെടുത്തായി ഖുർആൻ ഓതുന്നു. ചിലർ ആണെങ്കിൽ ദിക്ർ ഓതുന്നു. ഖലീഫയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലാക്കിയ സ്വഹാബത്തിൽ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി. അതെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഒരു പൂവൻ പോയി വന്ന് 2 തവണ എന്നെ കൊത്തി. എന്താണ് ഇതിന്റെ പൊരുൾ? സ്വഹാബത്തെല്ലാം അന്താളിച്ചു പോയി. ഖലീഫ തന്നെ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു. അതെ, എന്റെ മരണം അടുത്തിരിക്കുന്നു. ഇനി ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ മദീനയുടെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുകയാണ്. അവിടെ കൂരിരുട്ടിൽ ആരോ കിടന്നുണ്ടല്ലോ. കപട വിശ്വാസിയായ അബൂ ലുഅ്ലുഅത്താണത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാനുള്ള തീരാ പകയിലാണ് അവൻ. തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് അബൂ ലുഅ്ലുഅത്ത് പുലർച്ചെ നേരത്തെ എഴുന്നേറ്റു. പടിപ്പുരയിൽ നിന്നും ഇരുതല മൂർച്ചയുള്ള കടാവ വലിച്ചൂരി അവൻ അരയിൽ തിരികി. എന്നത്തെയും പോലെ ഉമർ തന്നെയായിരിക്കും ഇന്ന് ഇമാമായി നിസ്കരിക്കുക. എല്ലാവരും അവിടെ എത്തി. ഒന്നാം സഫിൽ സ്ഥാനം പിടിക്കുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം. അയാൾ കണക്ക് കൂട്ടി. എന്നാൽ മസ്ജിദിൻ ബാങ്കുലി ഉയരുന്നേ, നഫാസിൻ സൊഫയൊരുങ്ങുന്നേ, സൊഫിന്റെ മുന്നിൽ തെളിയും ശത്രുതാ, ഉമറിന്റെ കാതകനന്ന് അടുത്തതാ. സുബഹി ബാങ്കിന്റെ മനോഹരമായ നാദം മദീന പള്ളിയിൽ അലറി അടിച്ചുകൊണ്ടേയിരുന്നു. ജനങ്ങൾ കൂട്ടമായും ഒറ്റയായും പള്ളിയിലേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു. കൂട്ടത്തിൽ ക്രൂരനായ അബൂ ലുഅ്ലുഅത്തും വിചാരിച്ച പോലെ അയാൾ ഒന്നാം സഫിൽ ഇമാമിന് പിറകിലായി സ്ഥാനം പിടിച്ചു. ഇമാം നിസ്കാരം തുടങ്ങി. ഇമാം തക്ബീർ കെട്ടിയതേയുള്ളൂ. അയാൾ ഒരു വാളൂരി മുന്നോട്ടാണ് ഖലീഫയുടെ വയറിന് കുത്തി. സുബ്ഹാനല്ലാഹ്, 1 അല്ല 6 തവണ എന്നെ നായി കടിച്ച് നാർത്തലച്ചുകൊണ്ട് ഖലീഫ പള്ളിയിൽ മലർന്നടിച്ചു വീണു. അവനെ തടുക്കാൻ ശ്രമിച്ചവരും അല്ലാത്തവരുമായ 13 പേർ അവൻ കുത്തി മലർത്തി. അതിൽ 6 പേർ അവിടെ വെച്ച് തന്നെ ഷഹീദായി. രക്തം തളം കെട്ടി പള്ളിയിൽ നിന്നും ഇനി തനിക്ക് രക്ഷയില്ല എന്നറിഞ്ഞ് അവൻ അവിടെ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്തു. സ്വഹാബത്തിന്റെ തേങ്ങലുകൾ പള്ളിയിൽ അലകടിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയത്താണ് ആ സ്വഹാബി കടന്നു വന്നത്. സ്വഹാബത്തോരിമാമവരായി ഇബ്നു ഔഫും വന്നിരുന്നു. വേദനയിൽ ഫാറൂഖ് മറിഞ്ഞേറിയേ, വസനത്താൽ അസ്ഹാബും തേങ്ങിയേ. അതെ, ഈ സമയം സദൈര്യം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സദൈര്യം മുൻപോട്ട് കയറി വന്ന് ഇമാമായി നിസ്കരിച്ചു. ലളിതമായ രീതിയിൽ നിസ്കാരം പൂർത്തിയാക്കി. നീതിയുടെ മങ്ങിയ വെളിച്ചത്തിൽ ഒന്നും തന്നെ വ്യക്തമായി കാണാൻ ഉണ്ടായിരുന്നില്ല. ഖലീഫയുടെ അടിവയറിലെ മുറിവിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകിക്കൊണ്ടേയിരുന്നു.
തൻ്റെ അടിവയറ്റിലെ ശക്തമായ മുറിവിനെ ഖലീഫ കൈപ്പള്ളം കൊണ്ട് പിടിച്ചമർത്തുകയും അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. കാർമേഘ കണക്കെ മൂടിക്കെട്ടിയ സ്വഹാബാക്കൾ ആ വാക്കിനായി സാദോരം കാതുകോപ്പിച്ചു. സുബഹി നിസ്കരിക്കുമ്പോഴാണ് എനിക്ക് കുത്തേറ്റത്. നിസ്കാരം പൂർത്തിയാക്കാത്തവന് ഇസ്ലാമിൽ ഒരു സ്ഥാനവും ഇല്ല. അങ്ങനെ ആരോ കൊണ്ടുവന്ന വെള്ളം കൊണ്ട് ഖലീഫ നിസ്കാരം പൂർത്തിയാക്കി. ശേഷം അല്പം മുന്തിരിച്ചാൽ കുടിച്ചു നോക്കി. സുബ്ഹാനല്ലാഹ്, അത് അടിവയറിലെ മുറിവിലൂടെ ഒഴുകിക്കൊണ്ടേയിരുന്നു. അത് മാറ്റിവെച്ച് അല്പം പാൽ കുടിച്ചു നോക്കി. ഒരു രക്ഷയുമില്ല, അതും അടിവയറ്റിലെ മുറിവിലൂടെ ഒഴുകിക്കൊണ്ടേയിരുന്നു. ഈ രംഗം കണ്ട് സ്വഹാബാക്കളെല്ലാം കണ്ണീർ വാർത്തുകൊണ്ടേയിരുന്നു. ഈ സമയം ധൈര്യവാനായ ഖലീഫ പറഞ്ഞു, എവിടെ അബ്ദുള്ള? ഉപ്പ, ഞാനിവിടെയുണ്ട്. മകനെ, ഒരു കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി വാളുമായി കുതിരപ്പുറത്ത് വന്നവനാണ് ഈ ഉമർ. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും എൻ്റെ ത്വാഹ റസൂലിനെയാണ്. എൻ്റെ ത്വാഹ റസൂലിൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കൂടെയും ഈ ഉമറിനെ അന്തി ഉറങ്ങാൻ ആഗ്രഹമുണ്ട്. അതിന് സമ്മതമാണെന്ന് മോൻ ആയിഷ ബീവിയോട് പോയി ചോദിക്കണം. പിതാവിൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അബ്ദുള്ള ആയിഷ ബീവിയുടെ അടുക്കലേക്ക് ചെന്നു. അബ്ദുള്ള വരുന്നത് കണ്ട് ആയിഷ ബീവി അങ്ങോട്ട് ചെന്നു. എന്താണ് അബ്ദുള്ള? തൻ്റെ ഉപ്പയുടെ എല്ലാ ആഗ്രഹങ്ങളും അബ്ദുള്ള വിവരിച്ചു കൊടുത്തു. എന്തേ? ആയിഷ സത്യമായി. ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ച സ്ഥലമാണല്ലോ അത്. സാരമില്ല, അമീർ മുഅ്മിനീൻ പറഞ്ഞതല്ലേ, അങ്ങനെ തന്നെ നടക്കട്ടെ. ആയിഷക്ക് സമ്മതമാണെന്ന് അറിഞ്ഞപ്പോൾ അബ്ദുള്ളക്ക് സന്തോഷമായി. തൻ്റെ അന്ത്യാഭിലാഷം പൂവണിയുകയാണെന്നറിഞ്ഞ ഖലീഫ സുസ്മേരവദനായി. ഈ സമയം തന്നെ കുട്ടിയതാരാണെന്ന് ഖലീഫ ചോദിച്ചു. ഖാലിദ് ഇബ്നു മുഖൈറിന്റെ അടിമ അബൂ ലൂലത്താണെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷമായി. റബ്ബേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടുവല്ലോ. എൻ്റെ മരണം മുസ്ലിമായ ഒരാളെ കൈകൊണ്ടായില്ലല്ലോ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പെട്ടെന്ന് ആ ചുണ്ടുകൾ നിശ്ചലമായി, കണ്ണുകൾ അടഞ്ഞു. അതെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നേക്കുമായി ഈ ലോകത്തോട് വിടപറഞ്ഞു. ലോകമെങ്ങും ശാന്തമായി ഉമറിൻ വസനത്താൽ, ലോകമെങ്ങും ശാന്തമായി ഉമറിൻ വസനത്താൽ, ലോകമിൽ നീലാവ് മങ്ങി ഉമറിൻ വിരഹത്താൽ, ഉലകിലകിലും അമീറരെ ഉടയവന്റെ ദാനമേ, ഉലകിലകിലും അമീറരെ ഉടയവന്റെ ദാനമേ. അതെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദായി. ലോകത്തിന് നീതിയുടെ ബാലപാഠം പഠിപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞു. നമ്മെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥാപ്രസംഗം ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹമുള്ള കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് റബീഉൽ അവ്വൽ 12. ഭൂമിയിലെ സകല ചരാചരങ്ങളും സ്നേഹത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നെറുകിൽ എത്തി നിൽക്കുന്ന സുദിനം. ഇത്തരം ഒരു പൊൻപുലരിയിലായിരുന്നുവല്ലോ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഭൂജാതനായത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് അവിടുന്ന് പഠിപ്പിച്ചു. വെളുത്തവനെയും കറുത്തവനെയും ഒരേ പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിപ്പിച്ചു. സ്ത്രീകളെ സമൂഹത്തിന്റെ ശാപമായി കണ്ടിരുന്ന കാലത്ത് നിങ്ങളിൽ ഏറ്റവും വിലമതിക്കാനാവാത്ത സ്വത്ത് സ്വാലിഹത്തായ പെണ്ണാണെന്ന് പ്രഖ്യാപിച്ചു. ഇങ്ങനെയുള്ള ഒരു നേതാവിന്റെ അനുയായികൾ ആണ് എന്നതിൽ നാം അഭിമാനം കൊള്ളണം. നബിയെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ ചെറ്റുകൾ പിൻപറ്റിക്കൊണ്ട് ജീവിച്ചു മരിക്കാനും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് നമ്മുടെ കരളിന്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാമറങ്ങ ഉപ്പമാരെ, ഉമ്മമാരെ, കാക്കമാരെ, ഇത്താത്തമാരെ, ഒരു ഗ്രേഡ് നോഫർമാരാണ് ഞാൻ നിങ്ങളെ സമീപിക്കുന്നത്. നിങ്ങൾ കോവിഡിനെ ഭയക്കുന്നവരാണോ? വേണ്ട, ഭയപ്പെടേണ്ട. ഞാൻ നിർദ്ദേശിക്കുന്ന
ഒരൗഷധം 10 തവണ നിങ്ങൾ സേവിച്ചാൽ നിങ്ങൾക്ക് കോവിഡിൽ നിന്ന് രക്ഷപ്പെടാം. മദീനയിലെ റൗള ഷരീഫിലേക്ക് 10 സലാത്ത് മദീനയിലെ റൗള ഷരീഫിലേക്ക് സെൻഡ് ചെയ്യുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിങ്കൾ റസൂലുള്ളാഹി തീരമണലാരണ്യകമേട്ടിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി. മർഹബാ നബി ത്വാഹ ത്വാഹ മൗലിദുൻ നബി ജാ ജാ. യാ റസൂലേ യാ ഷഫീ യാ മുസമ്മിലരേ ത്വയ്യിബ ത്വയ്യിബ യാ ത്വയ്യിബ. തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേട്ടിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി. മർഹബാ നബി ത്വാഹ ത്വാഹ മൗലിദുൻ നബി ജാ ജാ. യാ റസൂലേ യാ ഷഫീ യാ മുസമ്മിലരേ. ഖൈരിൻ വചനമന്ത്രമേറെ അഖിലം പാടിയ റസൂല പുണ്യ മുസ്തഫ നബി മുജ്തബ നബി മുത്തഹ നബിയോ. ഖൈരിൻ വചനമന്ത്രമേറെ അഖിലം പാടിയ റസൂല പുണ്യ മുസ്തഫ നബി മുജ്തബ നബി മുത്തഹ നബിയോ. ഹാഷിമംശ ഖുറൈശി മലര് ആലെ മൊത്തം പുകഴ്ത്തലൂറ് ഹാത്തിമുൻ നബി ഹാമിദുൻ നബി മുർസൽ നബിയോര്. ഹാഷിമംശ ഖുറൈശി മലര് ആലെ മൊത്തം പുകഴ്ത്തലൂറ് ഹാത്തിമുൻ നബി ഹാമിദുൻ നബി മുർസൽ നബിയോര്. തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേട്ടിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി. മർഹബാ നബി ത്വാഹ ത്വാഹ മൗലിദുൻ നബി ജാ ജാ. യാ റസൂലേ യാ ഷഫീ യാ മുസമ്മിലരേ. ഹൃദയം സ്നേഹദിഗ്നിയാണ് നബി മൊയ് സത്യചിന്തുവാണ്. ദൂതത്യാഗമാവോളം താണ്ടി വന്നതിൻ പുലിമദീനാണ്. ഹൃദയം സ്നേഹദീപ്തിയാണ് നബി മൊയ് സത്യചിന്തുവാണ്. ദൂതത്യാഗമാവോളെ താണ്ടി വന്നതിൻ പുലിമദീനാണ്. തുഫുൽ വറായ ത്വാഹ റസൂലേ ശംസുൽ വറായ ആലം നസീബേ യാ ഹബീബേ യാ റബിയേ യാസീൻ പൂങ്കാവേ. തുഫുൽ വറായ ത്വാഹ റസൂലേ ശംസുൽ വറായ ആലം നസീബേ യാ ഹബീബേ യാ റസിയേ യസ്രിബുൽ പൂങ്കാവേ. തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേട്ടിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി. മർഹബാ നബി ത്വാഹ ത്വാഹ മൗലിദുൻ നബി ജാ ജാ. യാ റസൂലേ യാ ഷഫീ യാ മുസമ്മിലരേ. ഉലകിൻ ഭാഗ്യ ജൗഹറാണ് സൈനുൽ അംബിയാവരാണ്. മുത്തിൻ ചേലു ചരിതങ്ങൾ പാടിടുമ്പോൾ ഈ കൽബിൽ ഹംശമാണ്. ഉലകിൽ ഭാഗ്യ ജൗഹറാണ് സൈനുൽ അംബിയാവരാണ്. മുത്തിൻ പാടിടുമ്പോൾ ഈ കൽബിൽ ഹംശമാണ്. ആശിഖാം നബി യാ റസൂലേ മുർഷിദാം നബി ത്വാഹ നൂറേ. കാമിൽ നബിയെ കർണനദിയ മുനവ്വിർ ഷഫിയോരേ. ആശിഖാം നബി യാ റസൂലേ മുർഷിദാം നബി ത്വാഹ നൂറേ. കാമിൽ നബിയെ കർണനദിയ മുനവ്വിർ ഷഫിയോരേ. തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേട്ടിൽ പാലൊളിവായി
പൗർണമിയായി മദറായി തെളിയുകയായി മർഹബ നബി ത്വാഹ ത്വാഹ വമൗലിദുൻ നബി ജാജ യാ റസൂലേ യാ ഷഫീഅ യാ മുസമ്മിലരേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മക്കാദേശത്തൊരു നാളിൽ പിറവിയെടുത്തൊരു പൂമുല്ല പുഞ്ചിരി തോകും വദനവുമായി വന്നുദിച്ചൊരു പൂമുത്ത് അജ്ഞത മുറ്റിയ കാലത്ത് ഇരുളിൽ കഴിയും ദേശത്ത് അറിവിൻ നിധിയായി വന്നൊരു മലര് മുത്തു മുഹമ്മദ് സല്ലല്ലാഹ്. കുഞ്ഞു പിറന്നത് പെണ്ണായാൽ കുഴിച്ചു മൂടും കാലത്ത് കാരുണ്യത്തിൻ സന്ദേശവുമായി കരുണക്കടലായി വന്നൊരു കമൽ മക്കാദേശത്തൊരു നാളിൽ പിറവിയെടുത്തൊരു പൂമുല്ല പുഞ്ചിരി തൂകും വദനവുമായി വന്നുദിച്ചൊരു പൂമുത്ത്. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. നബിയെ കണ്ടോ നിങ്ങൾ, നബിയെ കണ്ടോ, നബിയെ കണ്ടോ നിങ്ങൾ, നബിയെ കണ്ടോ. നിറമെന്താണ് അവരുടെ കോലമെന്താണ്, നിറമെന്താണ് അവരുടെ കോലമെന്താണ്. പണ്ടൊരു ആശിഖ് നബിയെ തേടി കണ്ടവരോട് അവൻ ചോദിച്ചു, പണ്ടൊരു ആശിഖ് നബിയെ തേടി കണ്ടവരോട് അവൻ ചോദിച്ചു, നിറമെന്താണ് അവരുടെ കോലമെന്താണ്, നിറമെന്താണ് അവരുടെ കോലമെന്താണ്. എലും ചുവപ്പാൻ മാതരമേതി സൂര്യചന്ദ്രൻ ഒന്നായി ചേർന്ന നിറമാണ് എൻ്റെ മുത്തുനബി, സൂര്യചന്ദ്രൻ ഒന്നായി ചേർന്ന നിറമാണ് എൻ്റെ മുത്തുനബി. കണ്ടില്ല നബിയെ കണ്ടില്ല, കണ്ടില്ല നബിയെ കണ്ടില്ല. എൻ്റെ മുത്തു മുഹമ്മദ് മുസ്തഫയെ കണ്ടില്ല, കണ്ടല്ലോ നബിയെ കണ്ടല്ലോ, കണ്ടല്ലോ നബിയെ കണ്ടല്ലോ. തേടി വന്ന ആശിഖ് കരഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ, തേടി വന്ന ആശിഖ് കരഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. അല്ലാഹ് നമ്മുടെ റബ്ബല്ലേ, എല്ലാം സൃഷ്ടിച്ചവനല്ലേ, ജീവൻ തന്നതും അവനല്ലേ, ജീവിതമാർഗം തന്നില്ലേ, വായു വിളിച്ചം വെള്ളമതും വനത്തമ്പിലും മാമനതും വനം ഭൂമി സകലമതും വാഹിദും റബ്ബ് പടച്ചില്ലേ. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. മദീന റൗളയിലല്ല, മക്ക മരുഭൂമിയിലുമല്ല, തിരുദൂതർ ഇന്നും എന്നുടെ കൽബില, തിരുദൂതർ ഇന്നും എന്നുടെ കൽബില. മനസ്സെന്ന കൊട്ടാരത്തിൽ മനുജന്റെ സൽക്കാരത്തിൽ വിരുന്നെത്തും നബിയോരെ പുകൾ പാടിടാം, വിരുന്നെത്തും നബിയോരെ പുകൾ പാടിടാം. മദീന റൗളയിലല്ല, മക്ക മരുഭൂമിയിലുമല്ല, തിരുദൂതർ എന്നും എന്നുടെ കൽബില, തിരുദൂതർ എന്നും എന്നുടെ കൽബില. മനസ്സെന്ന കൊട്ടാരത്തിൽ മനുജന്റെ സൽക്കാരത്തിൽ വിരുന്നെത്തും നബിയോരെ പുകൾ പാടിടാം, വിരുന്നെത്തും നബിയോരെ പുകൾ പാടിടാം. ഹജറും ഷജറും ജമലും സർവ്വതും
ജിന്നും ഇൻസും പലപൽ തിരുസവിധത്തിൽ സംഗമിച്ചു ആപ്പുകളോതാൻ കോടി ജനം ഒന്നിച്ചെന്നാലും ഒരു തരി അളവിലുമാവില്ല എത്ര പറഞ്ഞാലും ഒരു തരി അളവിലുമാവില്ല എത്ര പറഞ്ഞാലും മദീന റൗളയിലല്ല മക്ക മരുഭൂമിയിലുമല്ല തിരുദൂതർ എന്നും എന്നുടെ കൽബിലാ തിരുദൂതർ എന്നും എന്നുടെ കൽബിലായി മനസ്സെന്ന കൊട്ടാരത്തിൽ മനുജന്റെ സൽക്കാരത്തിൽ വിരുന്നെത്തും നബിയോരെ പുകൾ പാടിടാം വിരുന്നെത്തും നബിയോരെ പുകൾ പാടിടാം അർശും കുർസും നെതുമും പ്രഭയിൽ നബിയോടൊത്തിരി മത്സരിച്ചു അസ്സലാമു അലൈക്കും മഹമൂദ് നബി മായാനാമം മഹമൂദ് നബി മായാനാമം മദീനയിൽ വാഴും സ്നേഹസുമം ആത്വൈവപതി അജബിൻ സന്നിധി ആത്വൈവപതി അജബിൻ സന്നിധി ഫീദാകലക ഉമ്മി വ അബി മുഹസാഗരമം മലപൂനിധിയം സൃഷ്ടമാം കനിയം സ്നേഹസന്നിധിയം ആരാധ്യനവൻ അഹദാനധിപൻ നല്ലും പകലും തീർത്തതവൻ ആരാധ്യനവൻ അഹദാനധിപൻ നല്ലും പകലും തീർത്തതവൻ ആവചനമന്ന് മനസ്സിൽ പതിഞ്ഞ് മരുഭൂമിയതിൽ പുളകം അണിഞ്ഞ് മഹമൂദ് നബി മായാനാമം മഹമൂദ് നബി മായാനാമം മദീനയിൽ വാഴും സ്നേഹസുമം ആത്വൈവപതി അജബിൻ സന്നിധി ആത്വൈവപതി അജബിൻ സന്നിധി ഫീദാകലക ഉമ്മി വ അബി നാളെ നീതിപതി മുന്നിൽ വീഴും നിധി നീളം സാഷ്ടാംഗമതില്ലലിയും നാളെ നീതിപതി മുന്നിൽ വീഴും നിധി നീളം സാഷ്ടാംഗമതില്ലലിയും കൗസർ ജലം പകരും ഹൈറുൽ അംബിയ രാജാസുരലോക സുഗന്ധസുമം മഹമൂദ് നബി മായാനാമം മദീനയിൽ വാഴും സ്നേഹസുമം ആത്വൈവപതി അജബിൻ സന്നിധി ആത്വൈവപതി അജബിൻ സന്നിധി ഫീദാകലക ഉമ്മി വ അബി മുഹസാഗരമം മലർപൂനിധിയം സൃഷ്ടമാം കനിയം സ്നേഹസന്നിധിയം. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹപാഠികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷത്തെ അനുബന്ധിച്ച് മദാറുൽ ഇസ്ലാം മദ്രസ ഫാറൂഖ് ജുമാ പള്ളി സംഘടിപ്പിച്ചിട്ടുള്ള മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടിയിലാണ് നമ്മൾ ഇപ്പോൾ സമ്മേളിച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ സാഹോദര്യം എന്നതിനെ കുറിച്ച് 2 വാക്ക് ഞാൻ സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ് എന്ന് നമ്മുടെ ഈമാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പരസ്പരം ഐക്യത്തിലും സഹോദര ബന്ധത്തിലും കഴിയണം മുസ്ലിമുകൾ. വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും അനിഷ്ടങ്ങൾ ഉണ്ടായിക്കൂടെന്ന് നമ്മുടെ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചു. പ്രവാചകൻ താൻ ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതിനൊരു മികച്ച ഉദാഹരണമാണല്ലോ മദീനക്കാർ മക്കക്കാരോട് കാണിച്ചത്. നാടും വീടും വിട്ട് നബിക്കൊപ്പം ഹിജ്റ വന്നവരെ മദീനക്കാർ എന്ത് വിധമാണ് വരവേറ്റതെന്ന് കണ്ടു. 2 ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ മൊയ് ചൊല്ലി സഹോദരന് കെട്ടിച്ചു കൊടുത്തു. 2 വീടുള്ളവർ ഒരു വീട് നൽകി. മറ്റു ചിലർ വീട്ടിൽ തന്നെ ഓരോ മുറികൾ സഹോദരന് ഒഴിഞ്ഞു കൊടുത്തു. വസ്തുക്കൾ ഇരിപ്പിടം ഇപ്രകാരം നൽകി. അങ്ങനെ ലോകത്തിന് തന്നെ മഹത്തായ ഒരു സാഹോദര്യ മാതൃകയാണ് അവർ കാണിച്ചു തന്നത്. പ്രവാചകൻ മുത്തുനബിയുടെ മാതൃകയിലെ ഭാഗമായിരുന്നു ഇത്. ഇതേ പ്രകാരം ഇന്നും ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. പകരം അല്പമെങ്കിലും സാമ്യപ്പെടുന്ന രീതിയിൽ തയ്യാറാകേണ്ടതുണ്ട്. ഇന്ന് വിശ്വാസികൾ എന്ന് അഭിമാനത്തോട് പറയുന്നവർ പോലും കാഫിറാകുന്ന കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. പാരമ്പര്യമായി വിശ്വസിച്ചും ആചരിച്ചും വരുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ പോലും അവർ മുസ്ലിമായി അംഗീകരിക്കാൻ പോലും കൂട്ടാക്കാത്തവരാണ് ചിലരെങ്കിലും. എന്തിനു പറയണം മഹാനായ മുത്തുനബിയുടെ ജന്മദിനാഘോഷിക്കുന്നവരെ പോലും മതത്തിന്റെ പടിക്ക് പുറത്ത് നിർത്തുന്നവരല്ലേ ചില മുസ്ലിമിസ്റ്റുകൾ. ഇവിടെ എനിക്ക് പറയാനുള്ളത്, നാം പരസ്പരം അറിയിച്ചും സഹോദരന്മാരാകേണ്ടതാണ്. ഈ മഹത്തായ ആഘോഷം അതിനുള്ള വേദിയാകട്ടെ എന്ന് ആശംസിച്ച് തിരുനബിയുടെയും അവിടുത്തെ സഹോദരന്മാരുടെയും മാതൃക നമുക്കെന്നും പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. പത്തരമാറ്റൊളിച്ചേലാണ് സുന്ദര വചനം പൂവാണ് അഞ്ചിൽ പകലൊളിച്ചേലാണ് സ്വർഗത്തിൻ രാജാവ് സുന്ദരനാണ് സ്വർഗീയ റാണികൾ കാത്തിരിപ്പാണ് നബിയേ നബിയേ നൂറേ ഓ താജേ കുരിശേറുന്നൊരു നബിയാണ് പത്തരമാറ്റൊളിച്ചേലാണ് സുന്ദര വചനം പൂവാണ് അഞ്ചിൽ പകലൊളിച്ചേലാണ് സ്വർണ്ണക്കിരി അഞ്ഞൂറ് സുവർണത്തിൽ താജുൽ ഹബീബുള്ള വർണ്ണങ്ങൾ നിറയുന്നു മധുകൾ ഉയരുന്നു സുവർണങ്ങൾ ചമയുന്നു സ്വർണ്ണക്കിരി നബിയല്ലേ ആരും കൊതിക്കുന്ന ഉന്നാരപ്പുവല്ല സ്വർഗത്തിൻ കല്യാണം ചേരുന്നൊരു കല്യാണം നബിയോരെ ഉന്നാരാണികൾ അസീനാബി വിളിക്കും ൂറികൾ കുരിശേറുന്നൊരു നബിയാണ് പത്തരമാറ്റൊളിച്ചേലാണ് സുന്ദര വചനം പൂവാണ് അഞ്ചിൽ പകലൊളി തെളിവാണ്. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹിൽ മുസ്തഖ്ബിലീന അശ്ശുറഫാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم.
ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കർമ്മോത്സുകരായ സുഹൃത്തുക്കളെ, മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരമായ, സ്നേഹത്തിന്റെ ഈറ്റില്ലമായ, ഔദാര്യത്തിന്റെ നിറകുടമായ, പ്രപഞ്ചത്തിന്റെ അത്താണിയായ, ഇരു ജഗത്തിന്റെയും സൃഷ്ടിപ്പിന് ഹേതുവായ അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1495 ജന്മദിനത്തോടനുബന്ധിച്ച് ഇരിങ്ങല്ലൂർ മദാറുൽ ഇസ്ലാം മദ്രസയിൽ സംഘടിപ്പിച്ച ഓൺലൈൻ നബിദിന പ്രോഗ്രാമിൽ പങ്കെടുത്ത് ആ ഉമ്മത്തിനോട് ഒരിറ്റ് സ്നേഹം പ്രകടിപ്പിക്കാൻ സൗഭാഗ്യം നൽകിയ കരുണക്കടലായ റബ്ബിന് ഞാൻ ആദ്യമായി സ്തോത്രങ്ങൾ നേരുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയരെ, എങ്ങനെ ആ നബിയുടെ മഹിമകൾ നാം പറയാതിരിക്കും? ഈ ലോകവും അതിലുള്ള എല്ലാ വസ്തുക്കളും അല്ലാഹു പടച്ചത് ആ നബിയെ പടച്ചത് കൊണ്ടാണ്. എത്രയോ വർഷങ്ങളായി നബിദിനം ആഘോഷിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് എന്തെല്ലാം മനസ്സിലാക്കിയവരാണ് നാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആ റസൂലിനെ പൂർണ്ണമായും പിൻപറ്റാൻ നാം തയ്യാറാകുന്നുണ്ടോ? ഒരു ആത്മപരിശോധനയ്ക്ക് ഞാനും നിങ്ങളും തയ്യാറാവണം. ഒരു ആചാരം എന്ന നിലയിൽ നബിദിനാഘോഷം സംഘടിപ്പിക്കുകയും അതിനുവേണ്ടി പണവും സമയവും ചെലവഴിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കാൻ നമുക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണവിശേഷങ്ങൾ വാഴ്ത്തുകയും ആ നബി തങ്ങളെ കുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന വസ്തുത ഗൗരവമായി ആലോചിക്കാൻ നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ മനസ്സിൽ ക്രിക്കറ്റ് താരങ്ങൾക്കും സിനിമാ സ്റ്റാറുകൾക്കും സ്ഥാനം നൽകലും അവരെ പോയിട്ട് പൂജിക്കലും നമ്മുടെ നേതാവിനെ വിസ്മരിക്കലല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇത് നരകത്തിലേക്കുള്ള ഒരു എളുപ്പ വഴിയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ക്രിക്കറ്റ് ലോകത്ത് നിന്ന് സച്ചിന്റെ വിടവാങ്ങൽ ഉണ്ടായപ്പോൾ സച്ചിൻ ഈസ് അവർ ഗോഡ്, ക്രിക്കറ്റ് ഈസ് അവർ റിലീജിയൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഗ്രൗണ്ട് നിറഞ്ഞോടിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള എത്രമാത്രം അപകടകരമായ മുദ്രാവാക്യങ്ങളാണ് മുഴക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയേണ്ടത് സച്ചിൻ ഞങ്ങളുടെ ദൈവമാണ്, ക്രിക്കറ്റ് ഞങ്ങളുടെ മതമാണെന്ന് വിളിച്ചു പോകുമ്പോൾ അവർക്ക് സംഭവിച്ച സാംസ്കാരികാത്മക പതനം എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സാവാച കർമ്മണ സ്നേഹിക്കാനും പിന്തുടരാനും സാധിക്കണം. നമ്മുടെ സൂപ്പർ സ്റ്റാർ മറ്റാരുമായി കൂടാ ഇസ്ലാമിന്റെ പൊങ്കാലത്തിലേക്ക് നമ്മെ നയിച്ചത് മുത്തുനബി. വിജയത്തിന്റെ വാതായനങ്ങൾ വരച്ചു കാട്ടിയ മുത്തുനബി, മാനുഷിക അവകാശങ്ങൾ ലോകത്തോട് വിളംബരം ചെയ്ത മുത്തുനബി, ആ നബിയെ കുറിച്ച് പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ശിഷ്ടകാലം കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പഠിക്കാനും അവിടുത്തെ ചര്യ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ട് ലോക ജയ വഴി ഹബീബുന വിണ്ടിനാനും സലാത്തു സലാം നൂറുന. രണ്ട് ലോക ജയ വഴി ഹബീബുന വിണ്ടിനാനും സലാത്തു സലാം നൂറുന. മന്നവൻ മണ്ണിലേകിയ സമ്മാനമേ മന്ദഹാസം തുളുമ്പും ആദിമുഖമേ. മന്നവൻ മണ്ണിലേകിയ സമ്മാനമേ മന്ദഹാസം തുളുമ്പും ആദിമുഖമേ.
തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേട്ടിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി മർഹബാ നബി ത്വാഹ ത്വാഹ വമൗലിദുൻ നബി ജാഅ ജാഅ യാ റസൂലേ യാ ശഫീഅ യാ മുസമ്മിലരേ ത്വയ്യിബ ത്വയ്യിബ യാ ത്വയ്യിബ തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേട്ടിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി മർഹബാ നബി ത്വാഹ ത്വാഹ വമൗലിദുൻ നബി ജാഅ ജാഅ യാ റസൂലേ യാ ശഫീഅ യാ മുസമ്മിലരേ ഹൈറിൻ വചനമന്ത്രമേറെ അഖിലം പാടിയ റസൂലേ പുണ്യർ മുസ്തഫ നബി മുജ്തബ നബി മുർത്തളം നബിയോ ഹൈറിൻ വചനമന്ത്രമേറെ അഖിലം പാടിയ റസൂലേ പുണ്യർ മുസ്തഫ നബി മുജ്തബ നബി മുർത്തളം നബിയോ ഹാശിവംശ ഖുറൈശി മലരെ ആലമൊത്തം പുകഴ്ത്തനൂര് ആത്തിമുൻ നബി ഹാമിദുൻ നബി മുർസൽ നബിയോരേ ഹാശിവംശ ഖുറൈശി മലരെ ആലമൊത്തം പുകഴ്ത്തനൂര് ആത്തിമുൻ നബി ഹാമിദുൻ നബി മുർസൽ നബിയോരേ തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേട്ടിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി മർഹബാ നബി ത്വാഹ ത്വാഹ വമൗലിദുൻ നബി ജാഅ ജാഅ യാ റസൂലേ യാ ശഫീഅ യാ മുസമ്മിലരേ ഹൃദയം സ്നേഹദീപ്തിയാണ് നബിമൊഴി സത്യചിന്തുമാണ് ദൂതത്യാഗമാവോണം താണ്ടി വന്നതിൻ പൊലിമദീനിലാണ് ഹൃദയം സ്നേഹദീപ്തിയാണ് നബിമൊഴി സത്യചിന്തുമാണ് ദൂതത്യാഗമാവോളം താണ്ടി വന്നതിൻ പൊലിമദീനിലാണ് തുഹ്ഫുൽ വറായ ത്വാഹ റസൂലേ ശംസുൽ വറായ ആലം നസീബേ യാ ഹബീബേ യാ റബീയേ യസ്രിബിൻ പൂങ്കാവേ തുഹ്ഫുൽ വറായ ആലം നസീബേ തുഹ്ഫുൽ വറായ ആലം നസീബേ തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേട്ടിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി മർഹബാ നബി ത്വാഹ ത്വാഹ വമൗലിദുൻ നബി ജാഅ ജാഅ യാ റസൂലേ യാ ശഫീഅ യാ മുസമ്മിലരേ അസ്സലാമു Alhamdulillah Rabbil Alamin. Wassalatu wassalamu ala Sayyidina Muhammadin wa ala alihi wa sahbihi ajma'in. Dear teachers, parents, brothers and sisters, Assalamu alaikum. Dear audience, I am speaking some words about a good character. Dear brothers, our religion Islam is a good sort of all sort and good character. Only Islam can steer our verbal and behavior in good manner. It could open the door for everyone in accordance with them. In the acknowledgement of many non-Muslim nobles are coming to Islam, and they are coming to Islam are some fine example for that. What Islam orders us is the purity of our traits and to behave amicably with others. The God says, Bismillahirrahmanirrahim. Kabarat kalimatan takhruju min afwahihim in yaqulu illa kadhiba. Through this verse, the God shows the seriousness of this. Even joke it is provided in Islam, such as how many times Islam was ordered us the purification of our character. My dear friends, I stop my speech. Assalamu alaikum wa rahmatullahi wa barakatuh. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahirrahmanirrahim. Ya
المصطفى بلغ مقاصدنا اغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك عليه. السلام عليكم ورحمة الله وبركاته. അസ്സലാമു ബഹുമാനപ്പെട്ട ഈ പരിപാടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ജീവിസ്നേഹികൾ ഈ വൈകിയ വേളയും നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നന്ദി പറയുന്നതാണ് എൻ്റെ കർത്തവ്യം. അതുകൊണ്ട് ഈ 2 ദിവസ പരിപാടി ലൈറ്റ് ഓഫ് മദീന എന്ന നാമകരണത്തിൽ ജീവിതം സമുദ്രം സമ്പൂർണ്ണം എന്ന പ്രമേയത്തിൽ നടന്ന ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ച കുറേ നല്ലവരായ നാട്ടിലെ പ്രവർത്തകരുണ്ട്. അവർക്ക് എല്ലാവർക്കും ആയി തന്നെ നന്ദി പറയുന്നു. കൂടാതെ ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം ഈ പരിപാടി ഇത്രത്തോളം ഭംഗിയാക്കാൻ വേണ്ടി പ്രവർത്തിച്ച, പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം ഇങ്ങനെ കുട്ടികളുടെ പരിപാടി കോർഡിനേറ്റ് ചെയ്ത നമ്മുടെ മദ്രസ സദർ ഉസ്താദ്, അതുപോലെ ഉസ്താദിന് കൂടെയുള്ള മറ്റു ഉസ്താദന്മാർ ഫൈസി ഉസ്താദ്, ഖത്തീബായ കാസിമുൽ കാസിമി, ഇവരൊക്കെ വാട്സപ്പിലായിട്ടും ഓൺലൈനായിട്ടും ഈ കുട്ടികൾക്ക് ഈ പരിപാടിയൊക്കെ നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടി വളരെ അഹോരാത്രം പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി എല്ലാവർക്കും കമ്മിറ്റിയുടെ വേണ്ടി നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ ഭക്ഷണത്തിനും മറ്റു വിതരണം ചെയ്ത പാക്കിംഗ് നിർവഹിച്ചവർ, ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി ഓടി നടന്നവർ, അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ തന്നെ ഈ പരിപാടിക്ക് വേണ്ടി സംഭാവന നൽകിയവർ സൂചിപ്പിച്ച പോലെ തീർച്ചയായിട്ടും വരിയായിട്ടും 12 ദിവസം പള്ളിയുടെ മൗലൂദിന് ചീരികളൊക്കെ തന്നെ നല്ലവരായ പല ആൾക്കാരുണ്ട്. ഈ പരിപാടി ഇത്ര ഗംഭീരമാക്കി നിങ്ങളുടെ അകമഴിഞ്ഞ സംഭാവനയും സഹകരണവുമാണ്. അവർക്ക് എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറയുകയാണ്. കൂടാതെ പ്രത്യേകിച്ച് ഈ സബ് കമ്മിറ്റിയിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേക ഒരു വകുപ്പാണ് IT വകുപ്പ്. ഈ 2 ദിവസത്തെ പരിപാടി നിങ്ങളുടെ മുമ്പിൽ ഇത്ര ഭംഗിയായിട്ട് തന്നെ ഈ കോവിഡ് കാലത്ത് ആ കാലഘട്ടത്തിനനുസരിച്ച് നിബിധന ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ കാലത്ത് മുൻ തലമുറക്കും അറിവുണ്ടാവില്ല എങ്ങനെ നടന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ പരിപാടി ദൃശ്യാവിഷ്കാരത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് ഇവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്. പ്രത്യേകം അവരുടെ പേരെടുത്ത് പറയേണ്ടതുണ്ട്. അവര് ഇതൊരു സുപ്രഭാത ദിവസത്തെ 1 മണിക്കൂർ 2 മണിക്കൂർ എടുത്ത് പരിപാടിയല്ല. ഈ 2 ദിവസം വരെ ദിവസങ്ങളോട് ഇതിനു വേണ്ടി മെൻകെട്ട് റെക്കോർഡിംഗ് ആയിട്ടും എഡിറ്റിംഗ് ആയിട്ടും പലരും ഇതിനു വേണ്ടി നടന്നുകൊണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് അർഷാദ് സി, അനസ് സി, മിസബ്, ഇവർക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന നജീബ് പി കെ, ഈ പരിപാടി അവരൊക്കെ റെക്കോർഡ് ചെയ്തതൊക്കെ രൂപത്തിലാക്കി നടത്താൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു. അവർക്കാണ് കൂടുതൽ നന്ദി പറയേണ്ട വിഷയമുണ്ട്. വീണ്ടും പറയേണ്ടതാണ്. ഇതൊക്കെ ഈ പരിപാടി എടുത്ത പരിപാടി തന്നെ എഡിറ്റ് ചെയ്ത് ദിവസങ്ങളോളം പരിശ്രമിച്ച് എഡിറ്റ് ചെയ്ത നമ്മുടെ നാട്ടുകാരനുമായ ഷെരീഖ് മലബാർ ഷെരീഖ്, അദ്ദേഹത്തിനും ഈ പ്രത്യേക കമ്മിറ്റിയുടെ പേരിൽ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഈ IT വകുപ്പിന് ഈ 5 ആൾക്കാർക്ക് കമ്മിറ്റിയുടെ പേരും നന്ദി അറിയിപ്പിക്കുകയാണ്. അവർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. കൂടാതെ ഇതിന് ഇവിടെ ഡെക്കറേഷൻ നിർവഹിച്ച ഡെക്കറേഷൻ കമ്മിറ്റി ആൾക്കാരുണ്ട്. ആസിഫ് സിറാജ് അങ്ങനെ പോലുള്ള ആൾക്കാർ, പിന്നെ മറ്റ് പല രൂപത്തിൽ സഹായിച്ച എല്ലാവരും ഉണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ആരും കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിനു വേണ്ടി എല്ലാവിധ സഹകരണം ചെയ്തെന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം 3 സ്ഥലത്തോടു കൂടി പിരിച്ചുവിട്ടായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം.